ഹായ്, എല്ലാവർക്കും നമസ്കാരം. നോവൽ ലേഡി ബുട്ടീക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? ഇന്ന് കാണിക്കുന്നത് ലിനനിലും സെമി മസ്ലിനും പിന്നെ സോഫ്റ്റ് കോട്ടണിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ. ഓരോന്ന് എടുക്കുമ്പോഴും ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന മെറ്റീരിയൽസിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അഡ്രസ്സും കൂടി അയച്ചു തന്നാൽ മതി. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേഗം കളക്ഷൻസ് കാണാം. ഓക്കെ, ഫസ്റ്റ് കാണിക്കുന്നത് സെമി മസ്ലിൻ സിൽക്കിൽ വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഡാർക്ക് ലാവൻഡർ ഷെയ്ഡ് ആണ് കേട്ടോ. ഫ്രണ്ടിൽ ഇങ്ങനെ നെക്ക് വർക്ക് വരുന്ന മോഡലാണ്. നെക്കിൽ എംബ്രോയിഡറി വർക്കാണ്. മൾട്ടി കളറിലുള്ള എംബ്രോയിഡറി വർക്കാണ് കേട്ടോ. ഫ്ലവറിന്റെ ലീഫിന്റെ ഒക്കെ മോഡല്. ചുറ്റും ഇങ്ങനെ ചെറിയൊരു ലേസ് വർക്ക് പോലെ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ. ഫുള്ള് ഇതുപോലെ ഫ്ലവറിന്റെ മോഡലുള്ള വർക്ക് വന്നിട്ടുണ്ട്. മൾട്ടി കളറായിട്ട് പീച്ച് കളറും ഗ്രീനും യെല്ലോയും ഓഫ് വൈറ്റ് ഒക്കെ കൂടിയിട്ട്. ബാക്ക് പ്ലെയിൻ ആയിട്ടാണ്. താഴെ ചെറിയൊരു ലേസ് വർക്കും പോയിട്ടുണ്ട് കേട്ടോ. ടോപ്പിന്റെ കളറിൽ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. നമുക്കൊരു ഫംഗ്ഷൻ വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. 47 ഇഞ്ചാണ് ടോപ്പിന്റെ ലെങ്ത്. ദുപ്പട്ട സോഫ്റ്റ് ഓർഗൻസിയാണ് കേട്ടോ. ടോപ്പിന്റെ സെയിം കളർ തന്നെയാണ്. ഇതുപോലെയാണ് കേട്ടോ ദുപ്പട്ട. സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ടയാണ്. ദുപ്പട്ടയുടെ 4 സൈഡിലും ഇതുപോലെ ഈ യോക്കിലുള്ള സെയിം എംബ്രോയിഡറി വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 4 സൈഡിലും ചെറിയ ലേസ് വർക്ക് പോലെ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ. 2.4 ആണ് ദുപ്പട്ടയുടെ ലെങ്ത്. ബോട്ടം വന്നിട്ടുള്ളത് സിൽക്കി ടൈപ്പിലാണ്. സെയിം കളർ. റേറ്റ് 1130, 1130. അടുത്ത് നേരത്തെ കാണിച്ചതിന് കളർ ചേഞ്ച് ആണ് കേട്ടോ. ഗോൾഡൻ യെല്ലോ കളറാണ്. യോക്കിൽ ഇങ്ങനെ ഫുൾ എംബ്രോയിഡറി വർക്കാണ്. നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ. ഇതുപോലെ മൾട്ടി കളറായിട്ട് ബോഡി ഫുള്ളും ഇങ്ങനെ ഫ്ലവറിന്റെ മോഡലുള്ള വർക്ക് വന്നിട്ടുണ്ട്. ആഷ് കളർ, യെല്ലോ കളർ, പിങ്ക് ഒക്കെ കൂടിയിട്ട് നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ. ബാക്ക് പ്ലെയിൻ ആയിട്ടാണ്. 47 ഇഞ്ചാണ് ടോപ്പിന്റെ ലെങ്ത്. ഫംഗ്ഷൻ വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ്. ദുപ്പട്ട സോഫ്റ്റ് ഓർഗൻസ ദുപ്പട്ടയാണ്. ദുപ്പട്ടയുടെ 4 സൈഡിൽ ഇങ്ങനെ ഈ യോക്കിലുള്ള സെയിം വർക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ 4 സൈഡിലും വീവിങ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഒരു ലേസ് വർക്ക് പോലെ. 2.4 ആണ് ദുപ്പട്ടയുടെ ലെങ്ത്. ബോട്ടം വന്നിട്ടുള്ളത് സിൽക്കി ടൈപ്പിലാണ്. ഗോൾഡൻ യെല്ലോ കളർ. റേറ്റ് 1130, 1130. പിന്നെ പേയ്മെന്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയോ ഫോൺ പേ വഴിയോ ഒക്കെ ചെയ്യാവുന്നതാണ്. മെറ്റീരിയൽസിന്റെ പ്രൈസിന് പുറമെ ഷിപ്പിംഗ് ചാർജും കൂടി വരും കേട്ടോ. അടുത്ത ബ്ലൂ കളറിലാണ്. ഒരു ആഷ് കൂടിയിട്ടുള്ള ബ്ലൂ ആണ് കേട്ടോ. വർക്ക് സെയിം തന്നെയാണ്. മൾട്ടി കളർ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. ഫുള്ളും ഇതുപോലെ വർക്ക് വന്നിട്ടുണ്ട്. മൾട്ടി കളറായിട്ട്. ബാക്ക് പ്ലെയിൻ ആയിട്ടാണ്. ടോപ്പിന്റെ ലെങ്ത് 47 ഇഞ്ചാണ്. ദുപ്പട്ട സോഫ്റ്റ് ഓർഗൻസ ദുപ്പട്ടയാണ് കേട്ടോ. ദുപ്പട്ടയുടെ 4 സൈഡിലാണ് ഈ വർക്ക് വന്നിട്ടുള്ളത്. സ്കാലപ്പ് പോലെ നല്ല ഭംഗിയുള്ള വർക്കാണ്. 2.4 ആണ് ലെങ്ത്. 4 സൈഡിലും ഇതുപോലെ ഓഫ് വൈറ്റ് കളറിൽ വർക്ക് കൂടി വന്നു. ബോട്ടം വന്നിട്ടുള്ളത് സിൽക്കി ടൈപ്പിലാണ്. സെയിം കളർ. റേറ്റ് 1130, 1130. ഇനി കാണിക്കുന്നത് പേസ്റ്റൽ കളർ ചാർട്ടിൽ വരുന്ന ലിനനിൽ വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ. ലൈറ്റ് ചിക്കു കളറാണ്. ഫുള്ള് ഇങ്ങനെ സെൽഫ് ഡിസൈൻ പോലെ പ്രിന്റ് വന്നിട്ടുണ്ട്. യോക്കിൽ എംബ്രോയിഡറി വർക്കാണ്. ഇതുപോലെയാണ് കേട്ടോ വർക്ക് വന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ബട്ടൺ വർക്കും സീക്വൻസ് വർക്കും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള വർക്കാണ്. ഇതുപോലെ നമുക്ക് ഫംഗ്ഷൻ വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതുപോലെയാണ് പ്രിന്റ് വന്നിട്ടുള്ളത്. ലിനനിലാണ് മെറ്റീരിയൽ. ബാക്കിലും സെൽഫ് പ്രിന്റ് വന്നിട്ടുണ്ട്. ടോപ്പിന്റെ ലെങ്ത് 48 ഇഞ്ചാണ്. വാഷ് ചെയ്യാനൊക്കെ പറ്റുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ. ദുപ്പട്ട ലിനനിൽ തന്നെയാണ്. നല്ല ഭംഗിയുള്ള ദുപ്പട്ട കേട്ടോ. ഇങ്ങനെ ഫുള്ളും ഫ്ലോറൽ പ്രിന്റ് ആണ്. സൈഡിൽ ഇങ്ങനെ സിൽവർ ചെറിയ ബോർഡർ കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും ടാസിൽസും. 2.5 ആണ് ദുപ്പട്ടയുടെ ലെങ്ത്. നല്ല സോഫ്റ്റ് ദുപ്പട്ടയാണ്. ഡബിൾ സൈഡ് വേറെയും തലക്കൊടൊക്കെ ഇടാൻ പറ്റും. ബോട്ടം വന്നിട്ടുള്ളത് സിൽക്കി ടൈപ്പിലാണ്. സെയിം കളർ. റേറ്റ് 1190, 1190. അടുത്ത സെയിം തന്നെയാണ് കേട്ടോ. ഡിസൈൻ സെയിം തന്നെ. ഒരു ബേബി പിങ്ക്, പീച്ച് കൂടിയിട്ടുള്ള പിങ്ക് ആണ് കേട്ടോ. എല്ലാം പേസ്റ്റൽ കളർ ചാർട്ടാണ്. ഇതുപോലെയാണ് യോക്കിൽ എംബ്രോയിഡറി വർക്കും പ്രിന്റും ചെറിയ സീക്വൻസ് വർക്കും ബട്ടൺ വർക്കും കൂടി കൊടുത്തിട്ടുണ്ട്. ഫുള്ളും ഇതുപോലെ പ്രിന്റ് വന്നിട്ടുണ്ട്. ബാക്കിലും പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. ടോപ്പിന്റെ ലെങ്ത് 48 ഇഞ്ചാണ്. ദുപ്പട്ട ലിനനിലാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ. സൈഡിൽ ഇങ്ങനെ ബോർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. സിൽവർ ചെറിയ ബോർഡർ. ഇതുപോലെയാണ് പ്രിന്റ്. താഴെ 2 സൈഡിലും ടാസിൽസ്. 2.5 ആണ് ദുപ്പട്ടയുടെ ലെങ്ത്. ബോട്ടം സിൽക്കി ടൈപ്പിലാണ്. സെയിം കളർ. റേറ്റ് 1190, 1190. പിന്നെ ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ തൃപ്രയ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിനും പോളി ജംഗ്ഷനും ഇടയിലാണ്. വരാൻ സാധിക്കുന്നവർക്ക് ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ. അവിടെ വന്ന വേറെയും കളക്ഷൻസ് കാണാം.
അടുത്ത ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ. യോക്കിൽ ഇങ്ങനെ എംബ്രോയിഡറി വർക്കും പ്രിന്റും സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്കൊരു ഫംഗ്ഷൻ വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ലിനനിലാണ് മെറ്റീരിയൽ. ഇങ്ങനെ ഫുള്ളും സെൽഫ് പ്രിന്റ് ആണ്. ബാക്കിലും സെയിം തന്നെ. ടോപ്പിന്റെ ലെങ്ത് 48 ഇഞ്ചാണ്. വാഷ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് കേട്ടോ. ദുപ്പട്ട ലിനനിൽ തന്നെയാണ്. ടോപ്പിന്റെ സെയിം കളർ തന്നെയാണ്. ലൈറ്റ് ബ്ലൂ കളറിൽ കുറച്ചും കൂടി ഡാർക്ക് കളറിലുണ്ട്. അങ്ങനെ പ്രിന്റ്. താഴെ രണ്ട് സൈഡിലും ടാസിൽസ് കൊടുത്തിട്ടുണ്ട്. 2.5 ആണ് ദുപ്പട്ടയുടെ ലെങ്ത്. ബോട്ടം സെയിം തന്നെയാണ്. സിൽക്കി ടൈപ്പിലാണ് കേട്ടോ. റേറ്റ് 1190, 1190. ഇനി കാണിക്കുന്ന കുറച്ച് പ്രീമിയം കോട്ടൺ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ. എല്ലാം വരുന്നത് ബ്ലാക്ക് കളറിലാണ്. ദുപ്പട്ടയും ബോട്ടം മാറി മാറി വരുന്നു. യോക്കിൽ വരുന്നത് ബോട്ടത്തിന്റെ പാച്ച് വർക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. മീതെ ഇങ്ങനെ ചെറിയ മിറർ വർക്ക് പോലെ വന്നിട്ടുണ്ട്. ഒറിജിനൽ മിറർ വർക്കാണ്. പിങ്ക് കളറിലുള്ള ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് കേട്ടോ. ബോഡി ഫുൾ ഇങ്ങനെ ഒരു വീവിംഗ് ഡിസൈൻ വന്നിട്ടുണ്ട്. ജക്കാർഡ് വീവിംഗ് ഡിസൈൻ ഇതുപോലെയാണ്. ബാക്ക് പ്ലെയിൻ ആയിട്ടാണ്. ടോപ്പിന്റെ ലെങ്ത് 48 ഇഞ്ചാണ്. സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ. ദുപ്പട്ട സോഫ്റ്റ് കോട്ടൺ തന്നെയാണ്. യോക്കിലെ സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത്. താഴെ വന്നിട്ടുള്ള ഡിസൈൻ ഇങ്ങനെയാണ്. 2.3 ആണ് ദുപ്പട്ടയുടെ ലെങ്ത്. ബോട്ടം വന്നിട്ടുള്ളത് സെയിം ഡിസൈൻ തന്നെയാണ് കോട്ടൺ. ഇങ്ങനെയാണ് കേട്ടോ ബോട്ടത്തിലെ ഡിസൈൻ. റേറ്റ് 1320, 1320. അടുത്ത സെയിം മെറ്റീരിയൽ തന്നെ ബ്ലാക്ക് കളറിൽ തന്നെയാണ് കേട്ടോ. യോക്കിൽ വന്നിട്ടുള്ളത് ബ്ലൂ കളറാണ് കൂടുതൽ കൊടുത്തിട്ടുള്ളത്. മിറർ വർക്ക് വന്നിട്ടുണ്ട്. ചുറ്റും ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ളത് ഒരു ഫ്ലവറിന്റെ മോഡൽ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബ്ലൂ കളറിൽ. പിന്നെ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പർ കിട്ടുന്ന വിധത്തിൽ എടുക്കണം. ഫ്രണ്ടിൽ ഫുള്ള് ഇങ്ങനെ വീവിംഗ് ഡിസൈൻ പോലെ വന്നിട്ടുണ്ട്. ദുപ്പട്ട വന്നിട്ടുള്ളത് സോഫ്റ്റ് കോട്ടൺ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ. ഇങ്ങനെയാണ് താഴെ. 2.3 ആണ് ലെങ്ത്. വാഷ് ചെയ്യാനൊക്കെ പറ്റുന്ന മെറ്റീരിയലാണ്. ബോട്ടം വന്നിട്ടുള്ളത് കോട്ടണിൽ. ബോട്ടത്തിൽ ഡിസൈൻ ആണ് കേട്ടോ യോക്കിൽ വന്നിട്ടുള്ളത്. റേറ്റ് 1320, 1320. അടുത്തൊരു ലൈറ്റ് ചോക്ലേറ്റ് കളറാണ് കേട്ടോ. ഇതുപോലെയാണ്. ഫ്രണ്ടിൽ ഒറിജിനൽ മിറർ വർക്കും എംബ്രോയിഡറി വർക്കും കൊടുത്തിട്ടുണ്ട്. 48 ഇഞ്ചാണ് ടോപ്പിന്റെ ലെങ്ത്. ദുപ്പട്ട സോഫ്റ്റ് കോട്ടൺ തന്നെയാണ്. ഇതുപോലെയാണ് കേട്ടോ. ദുപ്പട്ടയുടെ സെയിം ഡിസൈൻ തന്നെയാണ് യോക്കിൽ വന്നിട്ടുള്ളത്. താഴെ ഇതുപോലെയാണ്. 2.3 ആണ് ദുപ്പട്ടയുടെ ലെങ്ത്. ബോട്ടം കോട്ടൺ. ഇങ്ങനെയാണ് കേട്ടോ ബോട്ടം വന്നിട്ട്. റേറ്റ് 1320, 1320. പ്രീമിയം കോട്ടണിന് അടുത്ത് വന്നിട്ടുള്ളത് മെറൂൺ കളറുള്ള ഡിസൈൻ ആണ് കേട്ടോ. പാച്ച് വർക്ക് കൊടുത്തിട്ടുള്ളത് മെറൂൺ കളർ. മെറൂണും ബ്ലൂ ഒക്കെ കൂടിയിട്ട് സൈഡിൽ ഇങ്ങനെ ഫ്ലവർ മോഡലുള്ള എംബ്രോയിഡറി വർക്കും മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ബോഡി ഫുള്ളും ജക്കാർഡ് വീവിംഗ് ഡിസൈൻ ആണ് കേട്ടോ. ബാക്ക് പ്ലെയിൻ ആയിട്ടാണ്. ടോപ്പിന്റെ ലെങ്ത് 48 ഇഞ്ച്. ദുപ്പട്ട സോഫ്റ്റ് കോട്ടൺ തന്നെ. മെറൂൺ കളറിൽ ബ്ലൂവും ഓഫ് വൈറ്റും ബ്ലാക്ക് ഒക്കെ കൂടിയിട്ടുള്ള കളറാണ് കേട്ടോ. താഴെ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഡിസൈൻ. 2.3 ആണ് ദുപ്പട്ടയുടെ ലെങ്ത്. ബോട്ടം വന്നിട്ടുള്ളത് ദുപ്പട്ടയുടെ സെയിം ഡിസൈൻ തന്നെ. ഇങ്ങനെയാണ് കേട്ടോ ബോട്ടത്തിലെ പ്രിന്റ്. റേറ്റ് 1320, 1320. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഞാനിടുന്ന പുതിയ കളക്ഷൻസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ആ ഓളും കൂടി സെലക്ട് ചെയ്യുക. വീഡിയോ FB-യിലോ ഇൻസ്റ്റയിലോ കാണുന്നെങ്കിൽ ആ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു.